ഷൗക്കത്ത് അലിജി, പ്രിയപ്പെട്ട അസീസ് ചീരാന്തോടി, മഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് ഹുസൈൻ, മറ്റ് DCC ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, ഈ ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, KPCCയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലും ഇത്തരത്തിലുള്ള സമരം ഇന്ന് നടക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും ശ്രീ VD സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ വിവിധ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തുന്ന ഈ സമരവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സമരവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ശ്രീ VS ജോയ് ഇവിടെ സൂചിപ്പിച്ചു. തിരുവനന്തപുരത്തെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ CH ഹാരിസ് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ ഒരു പ്രയാസത്തിന്റെ പ്രതികരണമാണ് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസും UDFും കഴിഞ്ഞ 9 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കേരളത്തിന് അഭിമാനത്തോടു കൂടി പറയാവുന്ന 2 കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയുടെ വളർച്ചയും വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയുമാണ്. ആ വളർച്ച ഉണ്ടായത് ഈ 9 വർഷക്കാലം കൊണ്ടല്ല. 1957 ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം വന്ന ഗവൺമെന്റുകളുടെ പ്രവർത്തനം കൊണ്ടും മാത്രമല്ല, അതിനപ്പുറത്ത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ബ്രിട്ടീഷാധിപത്യത്തിൽ നിൽക്കുന്ന കാലഘട്ടം മുതൽ മിഷണറിമാർ കേരളത്തിൽ വന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ മുതൽ ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള സംഭാവന നമ്മുടെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നമുക്കുണ്ടായിട്ടുണ്ട്. പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചത്, അതുപോലെ തന്നെ മിഷണറി ഹോസ്പിറ്റൽ ആരംഭിച്ചത്, അങ്ങനെ ആരോഗ്യ മേഖല ഒരു അവബോധം ഉണ്ടായത് വളരെ വളരെ ദശാബ്ദങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ അടിത്തറയിട്ട കേരളത്തിലെ ആരോഗ്യരംഗം രാജ്യത്ത് നമ്മൾ തുലനം ചെയ്യുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായിട്ടല്ല, അമേരിക്കയെ പോലുള്ള വികസിത രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. എന്താ കാരണം? നമ്മൾ ശിശു മരണനിരക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഏതാണ്ട് അമേരിക്കയോടൊപ്പമാണ്. അതിന്റെ കുറച്ച് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ മുന്നിലാണ് നമ്മൾ. ഇതൊക്കെ ഈ നാടിന്റെ ആരോഗ്യ മേഖല വളർച്ചയുടെ കാരണമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തോന്നിക്കാണും, ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഈ 9 വർഷക്കാലം കൊണ്ടുണ്ടായതാണ്. പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ആരോഗ്യ മേഖല ഇതുപോലെ മുന്നോട്ട് പോയത് എന്നാണ്. എന്നാൽ ആരോഗ്യ മേഖല ഇതുപോലെ പിന്നോട്ട് പോയത് ഈ 9 വർഷക്കാലം കൊണ്ട് മാത്രമാണ് എന്ന് ആ 9 വർഷക്കാലത്തെ ആരോഗ്യ മേഖലയുടെ ചരിത്രം എന്ന് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ എന്താ എല്ലാവർക്കും സംശയം? ആരോഗ്യ മേഖല നല്ല രീതിയിലാണ് എന്നൊരു തോന്നൽ സൃഷ്ടിക്കലാണ്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് PR വർക്കാണ്. ആ PR വർക്കിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരോഗ്യ വകുപ്പാണ്. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം ശ്രീമതി ശൈലജ ടീച്ചർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ആരോഗ്യ വകുപ്പിൽ ഒന്നും നടന്നിട്ടില്ലെങ്കിലും PR വർക്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. PR വർക്ക് കൊണ്ട് ആരോഗ്യ മേഖല ഒരുപാട് മുന്നോട്ട് പോയി എന്നൊരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞു. 2ാം പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോഴും ആരോഗ്യമന്ത്രി തീരുമാനിച്ചത് വകുപ്പിലൊന്നും ചെയ്യേണ്ട, PR വർക്ക് ചെയ്താൽ മതി എന്നാണ്. പക്ഷെ ശൈലജ ടീച്ചറിൽ നിന്ന് വ്യത്യസ്തമായി ശൈലജ ടീച്ചർ PR വർക്കിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ശ്രീമതി വീണ ജോർജിന് ആരോഗ്യ വകുപ്പിലും വിജയിക്കാൻ കഴിഞ്ഞില്ല, PR വർക്ക് നടത്തുന്നിടത്തും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിന്റെ ചിത്രം. അല്ലെങ്കിൽ ഇതിനൊക്കെ മറ്റു രീതിയിലുള്ള പ്രചരണങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചല്ലോ VS ജോയ്. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ 5 വർഷക്കാലം, UDFന്റെ 5 വർഷക്കാലം, 10ാം വർഷത്തിലേക്ക് കടന്നു ഈ ഗവൺമെന്റ്. ആരോഗ്യ മേഖല ഉണ്ടാക്കിയ നേട്ടങ്ങൾ എന്താണ് ഈ ഗവൺമെന്റിന് എടുത്തു പറയാനുള്ളത്? ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ കാസർഗോഡ് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോ അന്ന് LDF അതിനെ ശക്തമായി എതിർത്തു. എന്തിനാണ് കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് എന്നാ ചോദിച്ചത്. പിന്നീട് കാസർഗോഡ് മെഡിക്കൽ കോളേജ് അനിവാര്യമാണ് എന്ന് LDFന് തോന്നി. എപ്പോഴാണെന്നറിയാമോ? കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ കാസർഗോഡുകാർക്ക് കോവിഡ് രോഗികളുമായി ബന്ധപ്പെട്ട് മംഗലാപുരത്തേക്ക് പോകേണ്ടി വന്നു.
മംഗലാപുരത്തെ കോവിഡ് രോഗികളെ കൊണ്ടുവരുന്നത് കേരളത്തിൽ വ്യാപകമായ കോവിഡ് ഉണ്ട്, രോഗികൾ വന്നു കഴിഞ്ഞാൽ അത് മംഗലാപുരത്തും ജനങ്ങളെയും ബാധിക്കും എന്നുള്ള രീതിയിൽ അവിടുത്തെ ആശുപത്രികൾ പറഞ്ഞു കേരളത്തിലെ കോവിഡ് രോഗികളെ, കാസർഗോഡ് കോവിഡ് രോഗികളെ മംഗലാപുരത്തേക്ക് കൊണ്ടുവരണ്ട, ഇവിടുത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യില്ല. ആംബുലൻസ് നടു റോട്ടിൽ തടഞ്ഞു വെക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് കേരളത്തിലെ LDF-ന് ബോധം വന്നത്. UDF ആരംഭിച്ച കാസർകോട്ടെ മെഡിക്കൽ കോളേജ് വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർക്ക് തോന്നിയത് അപ്പോഴാണ്. ഞാൻ പറയട്ടെ, ഈ 9 വർഷക്കാലം ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് നിങ്ങൾ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങളത് ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കാനുള്ള ആരോഗ്യം നിങ്ങളുടെ ആരോഗ്യ വകുപ്പിനില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ ആരംഭിച്ച ആ മെഡിക്കൽ കോളേജ് അതെങ്കിലും ഒന്ന് നന്നായിട്ട് നടത്താൻ ഈ ഗവൺമെന്റിന് കഴിയണ്ടേ? 9 വർഷം ഞങ്ങൾ പരാജയമായി എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇവിടെ ഞങ്ങൾ അനുവദിച്ച UDF അനുവദിച്ച ആശുപത്രികൾ, ഞങ്ങൾ താലൂക്ക് ആശുപത്രി, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ താലൂക്ക് ആശുപത്രികളാക്കി, താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികളാക്കി, ഞങ്ങൾ എല്ലാ ജില്ലകളിൽ നിന്ന പോലെ ഞങ്ങൾ പരമാവധി മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു. ഇതൊക്കെ നന്നായി നടത്തേണ്ട ഒരു പണിയെങ്കിലും ഈ ഗവൺമെന്റ് ചെയ്യേണ്ടേ? ഈ 9 വർഷക്കാലം ചെയ്തോ? ഞങ്ങൾക്ക് 5 വർഷക്കാലം കൊണ്ട് എണ്ണി പറയാൻ കഴിയും. മഞ്ചേരിയിലുണ്ടായിരുന്ന, നിലമ്പൂരിലുണ്ടായിരുന്ന, ഞാൻ മറ്റു ജില്ലയിലേക്ക് പോകുന്നില്ല, നിലമ്പൂരുണ്ടായിരുന്ന താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി, വണ്ടൂരുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രിയാക്കി മാറ്റി, തിരൂർ ജില്ലാ ആശുപത്രിയാക്കി. എല്ലാ മേഖലകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ പരമാവധി താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ്, ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നാണ്. ഇവിടെ 9 വർഷക്കാലം ഒരു കാര്യവും നടന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ അഭിമാനമായിരുന്നെങ്കിൽ ഈ 9 വർഷക്കാലം കൊണ്ട് പൊതുജനാരോഗ്യ മേഖല കേരളത്തിന്റെ അപമാനമായി മാറുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ LDF ഗവൺമെന്റ് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഈ 9 വർഷക്കാലത്തെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങൾ. ഇപ്പോഴെന്താ സ്ഥിതി? പിന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആരോഗ്യ മേഖല മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് മാത്രമല്ല, ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതികൾ എത്രയാണ്? കാരുണ്യ പദ്ധതി എവിടെയായി ഇപ്പോഴത്തെ അവസ്ഥ? തൊട്ട് മഞ്ചേരി ഹോസ്പിറ്റലിന് മുന്നിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. കാരുണ്യ പദ്ധതിയുമായി എത്ര രോഗികൾക്ക് അവിടെ ഗുണം കിട്ടുന്നുണ്ട്? നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ശ്രവണ സഹായ പദ്ധതി, ചെവി കേൾക്കാത്തവർക്ക് ചെവി കേൾക്കുന്നതിന് വേണ്ടിയുള്ള 5 ലക്ഷം രൂപയുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പാക്കിയത്. അപ്പൊ ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ സംസാരിച്ച് ചോദിച്ചു, ഇപ്പോൾ എന്താണ് സ്ഥിതി? എന്താണ് കൊച്ചു കുട്ടികൾക്ക് ചെവി കേൾക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു, ആ പദ്ധതി ഇപ്പോൾ നടപ്പാക്കുന്നുണ്ടോ? അപ്പോൾ ഉത്തരം, നടപ്പാക്കുന്നുണ്ട്. അതിന് എത്ര പണം അനുവദിച്ചു? ഒരു പണവും അനുവദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നടപ്പാക്കുന്നത്? എന്റെ ഓർമ്മ ശരിയാണെന്ന് എനിക്കറിയില്ല, കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടപ്പാക്കുന്നു എന്നാ പറഞ്ഞത്. ആ വ്യവസായി പൈസ കൊടുത്താൽ ഇത് നടക്കും, അല്ലെങ്കിൽ നടക്കില്ല. 1 രൂപ പോലും കൊടുക്കാതെ ഇന്ന് ഒരു വ്യവസായിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടുപോവുക എന്നാ പറഞ്ഞത്. എന്നാൽ ഈ ഗവൺമെന്റ് ഭരണം ഈ വ്യവസായികളെ ഏൽപ്പിച്ചാൽ പോരെ? എന്തിനാ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഇതിനു വേണ്ടിയുള്ള പണം ചെലവഴിക്കുന്നത്? പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ധനകാര്യമന്ത്രി പറയുന്നു ഞാൻ വലിയ തോതിൽ പണം അനുവദിച്ചു. വീണ ജോർജ് പറയുന്നു ഞങ്ങൾക്ക് പണം അനുവദിച്ചു, അനുവദിച്ചത് വർഷാവസാനമാകുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കേണ്ട, ആവശ്യത്തിന് നൽകേണ്ട പണം പോലും, വിവിധ പദ്ധതികൾ ലഭിക്കേണ്ട പണം പോലും ഇന്ന് ഇവർക്ക് ലഭിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താ? ഗവൺമെന്റിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നവരാണ്. പലപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാവും. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് ചെയ്യുന്ന എന്താ? ഗവൺമെന്റ് പ്രയോറിറ്റി ഫിക്സ് ചെയ്യും. ഗവൺമെന്റ് കയ്യിലുള്ള പണം ചെലവഴിക്കേണ്ട മേഖല ഏതാണ് തീരുമാനിക്കും. അത് ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുക്കും. ഇവിടെ ആ ഒരു പ്രയോറിറ്റി ഗവൺമെന്റിനില്ല. പാവപ്പെട്ട രോഗികൾ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വകാര്യ മേഖലയിൽ പോയി ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഓപ്പറേഷൻ നടത്താൻ, ചികിത്സ നടത്താൻ പണമില്ലാത്ത രോഗികളാണ് ഈ ആശുപത്രിയിൽ വരുന്നത്. അവരോട് പറയുന്നത് ഞങ്ങൾക്ക് ആശുപത്രിയിൽ സർജറി നടത്തണമെങ്കിൽ സർജറിക്ക് ആവശ്യമായ ഉപകരണം നിങ്ങൾ വാങ്ങി വരണം എന്ന് പറഞ്ഞാൽ വെറും കൈയോടെ വരുന്ന പാവപ്പെട്ട രോഗി എന്തെങ്കിലും ആശ്രയിച്ച് അവന്റെ അസുഖം മാറുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആശുപത്രിയിൽ വരുമ്പോൾ നിങ്ങൾ പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ ഇതിനാവശ്യമായ ഉപകരണം വാങ്ങണം എന്ന് പറയേണ്ട സ്ഥിതിയിലേക്ക് പോവുകയാണ്. അതാണ് തിരുവനന്തപുരത്ത് പറഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ അത് പറയാൻ ധൈര്യം കാണിച്ചു. നിങ്ങൾ സ്വകാര്യമായ മെഡിക്കൽ കോളേജിലെ മുഴുവൻ ഡോക്ടർമാരോട് ഒന്ന് അന്വേഷിച്ച് നോക്കൂ.
അന്വേഷിക്കുക. ഓരോരുത്തരും പറയും. പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? പറയാൻ പരസ്യമായി ഡോക്ടർമാർ പറയാൻ മടിക്കുന്നത് ഇരിക്കുന്ന കസേരയിൽ നിന്ന് ഇളകി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ ഗവൺമെന്റ് അവരെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടാണ് പലരും സത്യം പുറത്തു പറയാത്തത്. എന്ത് വന്നാലും രോഗികളുടെ താല്പര്യം അതാണ് എനിക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറാണ് പറയാൻ മുന്നോട്ട് വന്നത്. അന്വേഷണ സമിതിയെ വെച്ചു. ഇന്ന് പത്രങ്ങളിൽ പറയുന്ന അന്വേഷണ സമിതി പറയുന്നത് തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ മാത്രമല്ല, മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, ഇത് പൊതുസമാന സ്വഭാവമുള്ളതാണ്. എല്ലാ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇതാണ് എന്ന് പ്രാഥമികമായി കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ നമ്പർ 1 എന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുന്ന കേരളത്തിന്റെ അവസ്ഥ. കേരളം നമ്പർ 1 എന്നാണ് പറയുന്നത്. ആരോഗ്യ മേഖലയാണ് നമ്മുടെ ഏറ്റവും അഭിമാനകരമായ കാര്യം. അവിടുത്തെ അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഇന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. ഇവിടെ ഏതാണ്ട് 30 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് വിവിധ കാര്യങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് കാസ്ക് ഉൾപ്പെടെ ഇന്ന് ഗവൺമെന്റ് കൊടുക്കാനുള്ളത് 30 കോടി രൂപ. 30 കോടി രൂപ കടത്തിലാണ്. ഈ 30 കോടി രൂപ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ചികിത്സാ സഹായമാണ്, ചികിത്സ നടത്താനുള്ള സൗകര്യമാണ്. ഇവിടെ എത്ര ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് 1-2 തിയേറ്റർ ഉണ്ട്. ആ 2 തിയേറ്റർ ഉണ്ട്. ആഴ്ചയിൽ ഡോക്ടർമാർക്ക് വീതം വെച്ച് കൊടുത്തിരിക്കുക. എല്ല് രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചികിത്സ നടത്തുന്ന തിങ്കൾ ചൊവ്വ, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന് ബുധൻ വ്യാഴം, ഒരാഴ്ച 1-2 ദിവസങ്ങളായി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് സർജറിക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്റർ വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, എത്ര നാളായി നമ്മൾ ഇത് ആരംഭിച്ചിട്ട്. ഞങ്ങൾ അധികാരത്തിൽ പോയിട്ട് 9 വർഷം കഴിഞ്ഞ് 10ാമത്തെ വർഷമായല്ലോ. എന്തേ ഈ മെഡിക്കൽ കോളേജ് നന്നാക്കി എടുക്കാൻ കഴിയുന്നില്ല? അത് ഓരോ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി അതാണ്. ഞങ്ങൾ പാലക്കാട് മെഡിക്കൽ കോളേജ് SC ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ഞങ്ങൾ ആരംഭിച്ചു. കേരളത്തിലെ ഏറ്റവും സൗകര്യമുള്ള, ഇന്ന് പാലക്കാടിലൂടെ കടന്നു പോകുമ്പോൾ നാഷണൽ ഹൈവേയിൽ നോക്കിയാൽ കാണാൻ കഴിയും, ഏറ്റവും നല്ല സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടങ്ങളാണ്. അവിടെ അതിന്റെ പ്രവർത്തനം തുടങ്ങാൻ 10 വർഷമായിട്ടും ഗവൺമെന്റിന് കഴിയുന്നില്ല. അപ്പൊ ഗവൺമെന്റിന് സാധാരണക്കാരന്റെ പ്രയാസങ്ങൾ പരിഹരിക്കുന്ന ഒന്നാണ് നമ്മുടെ ആശുപത്രികൾ. ആ ആശുപത്രികൾക്ക് ആവശ്യമായ മരുന്നോ സാധനങ്ങളോ ഡോക്ടേഴ്സിനോ ഒന്നും കൊടുക്കാൻ ഗവൺമെന്റിന് നേരമില്ല. ഗവൺമെന്റിന്റെ പ്രയോറിറ്റി മറ്റ് പല കാര്യങ്ങളുമാണ്. ഇവിടുത്തെ മറ്റൊരു കാര്യം നമുക്കറിയാം, ഞങ്ങളൊക്കെ പലതവണ നിയമസഭയിൽ പറഞ്ഞ മരുന്നില്ലാത്ത അവസ്ഥ. പാവപ്പെട്ട ഒരു ഭാഗത്ത് മരുന്നില്ലാത്ത അവസ്ഥ, മരുന്നുകൾക്ക് ക്ഷാമം. മറുഭാഗത്ത് ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്റെ മനസ്സിൽ കടന്നു വരികയാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞത് കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ പല ജില്ലകളിലും കെട്ടിക്കിടക്കുകയാണെന്ന്. അപ്പൊ നമ്മൾ അന്വേഷിച്ചു, എന്താ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്? ഒരു ഭാഗത്ത് മരുന്നില്ലല്ലോ, മറുഭാഗത്ത് ഇവിടെ കെട്ടിക്കിടക്കുന്ന സാഹചര്യം മറ്റൊന്നുമല്ല. നമ്മൾ കേട്ട അത്ഭുതപ്പെട്ടു. കെട്ടിക്കിടക്കുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവധി തീർന്ന മരുന്നുകൾ. അപ്പൊ എന്താ കാലാവധി തീർന്ന മരുന്നുകൾ എന്തുകൊണ്ട് ആ സമയത്ത് കൊടുക്കുന്നില്ല? അപ്പൊ പർച്ചേസാണ്. ഇവിടെ മരുന്ന് കമ്പനികൾ കാലാവധി തീരുന്നതിനോട് അനുബന്ധിച്ച് മാർച്ച് 31-ാം തീയതി തീരുന്ന മരുന്നുകൾ ഏപ്രിൽ മാസത്തിലോ ഫെബ്രുവരിയിലോ മാർച്ച് ആദ്യ വാരത്തിലോ ഏജൻസിയുമായി, പ്രത്യേകിച്ച് അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ KHWRS ആണ് അത്തരം പർച്ചേസ് നടത്തിയത്. അവര് കാലാവധി തീരുന്ന മരുന്നുകൾ ഒന്നടങ്കം പർച്ചേസ് ചെയ്യും. ആ പർച്ചേസ് ചെയ്ത് ഗവൺമെന്റ് അതിന് പൂർണ്ണമായ വില നൽകും. നൽകി കഴിഞ്ഞാൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത് മുഴുവൻ നൽകാൻ കഴിയില്ല, അതിന്റെ ആവശ്യമില്ല. ആ സമയം കഴിഞ്ഞാൽ ബാക്കി മരുന്നുകളൊക്കെ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ കാലാവധി പിന്നീട് കഴിയില്ല. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ മരുന്ന് കമ്പനിയും ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന്റെ ഇത്തരം ഏജൻസികളും തമ്മിലുള്ള കള്ളക്കച്ചവടമാണ്, അഴിമതിയാണ്. മുഴുവൻ പണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീതം ഇവർക്ക് കിട്ടും. ആ കാലാവധി കഴിഞ്ഞാൽ മരുന്ന് കെട്ടിക്കിടക്കുകയും ചെയ്യും. അപ്പൊ ഈ രീതിയിലുള്ള അഴിമതി ഒരു ഭാഗത്ത് നടക്കുകയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ആവേശത്തിലാണ് പറഞ്ഞത്. പിന്നെ CAG റിപ്പോർട്ട് കണ്ടല്ലോ. CAG എന്ന് പറയുന്ന റിപ്പോർട്ട് കോൺഗ്രസിന്റെ ഇന്ദിരാഭവനിൽ നിന്ന് കൊണ്ടുവരുന്നില്ല. CAG റിപ്പോർട്ടാണ് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന റിപ്പോർട്ട് എന്നാണ് ഒരു കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നത്. CAG റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോ പല കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോ അന്നൊക്കെ പറഞ്ഞിരുന്നു CAG റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പാം ഓയിലിൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യം വന്നപ്പോൾ പറഞ്ഞു CAG റിപ്പോർട്ട് വിശുദ്ധമാണ്, ആ റിപ്പോർട്ടിനകത്ത് കള്ളമില്ല എന്നാ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ബോഫേഴ്സ് കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നു. അന്നും മാർക്സിസ്റ്റുകാർ പറഞ്ഞു
CAG റിപ്പോർട്ട് AG റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് ഗവൺമെന്റുകൾക്കെതിരെ CAG സ്വതന്ത്ര ഏജൻസിയാണ്. ആ CAG റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വിശുദ്ധമാണ്. ഇവിടെ കോവിഡ് കാലത്ത് വലിയ തീവെട്ടിക്കൊള്ള നടത്തിയെന്ന് CAG റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ അതിനെക്കുറിച്ച് ഈ ഗവൺമെന്റ് പറയുന്നു, CPM പറയുന്നു CAGയുടെ നടപടി ശരിയല്ല. അപ്പൊ അഴിമതി പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി ചൂണ്ടിക്കാണിക്കുന്നത് CAG ആണെങ്കിൽ പോലും അതിനെ തള്ളിപ്പറയാനുള്ള അഹങ്കാരവും ധിക്കാരവും ഒക്കെ കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയന്റെ ഹുങ്ക് കൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹം അഴിമതിക്ക് മേലെ ബുൾഡോസർ വെച്ചാണ് നീങ്ങുന്നത്. അഴിമതി നടത്തി കഴിഞ്ഞാൽ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിന്റെ ബുൾഡോസിംഗ് ആണ് പിണറായി വിജയൻ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ന് ഏറ്റവും വലിയ അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുറത്തു വന്ന സാഹചര്യങ്ങൾ നമ്മൾ പറയാറില്ലേ, ഇത് ഒരു തുമ്പ് മാത്രമാണ്. ഇതിനേക്കാൾ വലിയ അഴിമതി നമ്മുടെ ആശുപത്രികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആശുപത്രിയിൽ ഇന്ന് സാധാരണക്കാരന് അപ്രാപ്യമായി കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവന് ചികിത്സ ലഭിക്കുന്ന കേന്ദ്രങ്ങളായി ഒരു കാലത്ത് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മാറിയെങ്കിൽ ഇന്ന് ആ മെഡിക്കൽ കോളേജുകൾ ഇന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭീതിയോടുകൂടി നോക്കേണ്ട സ്ഥാപനങ്ങളായി മാറുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മുടെ അഭിമാന സ്തംഭമായിരുന്നു മലബാറിന്റെ. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇന്ന് ഞെട്ടിപ്പിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഓരോ മെഡിക്കൽ കോളേജ് എടുത്തു കഴിഞ്ഞാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളിൽ അത് നമുക്ക് സാധാരണ രോഗികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന്റെ തുരുത്തുകളായിരുന്നെങ്കിൽ ഇന്ന് അവിടെ കടന്നു ചെല്ലാൻ തന്നെ രോഗികൾ ഭയപ്പെടുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. നമ്മുടെ ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജിന് വേണ്ടിയുള്ള സമരങ്ങൾ എത്ര നാളായി നടക്കുന്നു. കോൺഗ്രസ് തന്നെ ഞാൻ ഓർക്കുന്നു, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സമരം ഞാൻ ഓർക്കുകയാണ്. എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ ഇവിടെ കഴിഞ്ഞു? ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടോ? ഇത് ജില്ലാ ആശുപത്രിയാണോ മെഡിക്കൽ കോളേജാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ ആർക്കും കഴിയില്ല. ഇത് DHSന്റെ കീഴിലാണോ DMEയുടെ കീഴിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ DHSന്റെയും DMEയുടെയും കീഴിലാണ് എന്ന് പറയുന്ന അധികാരികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല. പക്ഷേ ഇവർ പലതും പറയും നമുക്ക് റെഫർ ചെയ്യുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ്. ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പലരും വിളിച്ചു പറയും മെഡിക്കൽ കോളേജിലൊന്ന് ബന്ധപ്പെടണം. നമ്മൾ ആലോചിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്, അല്ല. അപ്പൊ പറയും കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. യഥാർത്ഥത്തിൽ ഇവര് തമാശയ്ക്ക് വേണ്ടി പറയാറുണ്ട് ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു മടക്കൽ കോളേജായി മാറിയിരിക്കുകയാണെന്നുള്ളതാണ്. ഇവിടെ വരുന്ന രോഗികളെ മുഴുവൻ മറ്റ് ഹോസ്പിറ്റലിലേക്ക് മടക്കി അയക്കുന്ന മടക്കൽ കോളേജായി ഇന്ന് ഈ മെഡിക്കൽ കോളേജ് മാറുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിനാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഓരോ മേഖലയിലും ഈ രീതിയിൽ ഇന്ന് ജനങ്ങൾ ഇന്ന് ഏറെ ഭയാശങ്കയോടുകൂടിയാണ് ആരോഗ്യ മേഖലയെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് ഇതൊരു സമരമായി ഏറ്റെടുത്തുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെ ആരോഗ്യ വകുപ്പിനെതിരെയുള്ള ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അതുപോലെ തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ ഇത്തരം ഒരു പ്രതിഷേധ സമരത്തിന് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇത് KPCCയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സമരം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല. കേരളത്തിലെ പാവപ്പെട്ട രോഗികളെ സംബന്ധിച്ചിടത്തോളം ആ രോഗികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട ചികിത്സ, അത് സമയാസമയങ്ങളിൽ അവർക്ക് ലഭിക്കാൻ ആവശ്യമായ നടപടിയെടുക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. അത് നിറവേറ്റാത്ത ഗവൺമെന്റിനെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുവാനും നടത്തുന്ന അഴിമതികൾ ജനങ്ങൾക്ക് മുന്നിൽ പറയുവാനുമുള്ള നിരന്തരമായ പരിപാടികൾക്ക് കേരളത്തിലെ KPCC തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 12 മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലും ഇന്ന് ഇത്തരം സമരങ്ങൾ നടത്തുന്നതെന്ന് സൂചിപ്പിക്കുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ ധർണയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് കോൺഗ്രസ്.